പ്രൈസ് ദി ലോർഡ്. ദൈവ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വീണ്ടും 20-ാം തീയതി ശനിയാഴ്ച ഈ പ്രഭാതത്തിൽ പ്രഭാത മന്നയുമായിട്ട് കടന്നു വരുവാൻ സർവശക്തനായ ദൈവം സഹായിച്ച ആവാൻ കൃപയ്ക്കായിട്ട് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം. ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കുക. അതേ, കഴിഞ്ഞ രാത്രികാലം നാം കിടന്നുറങ്ങി. എന്നാൽ ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങാതെ ഉറങ്ങാതെ നമ്മെ കാത്തു പരിപാലിച്ചു. വീണ്ടും ഒരു വിശുദ്ധ ദിവസം കാണുവാൻ ദൈവം നമ്മെ സഹായിച്ചല്ലോ. ഈ വിശുദ്ധ ദിനത്തിൽ ഏവരെയും പ്രഭാത മന്നയിലേക്ക് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. അല്പസമയ ചിന്തയ്ക്ക് വേണ്ടി വായിക്കുവാൻ ആഗ്രഹിക്കുന്ന വേദവാക്യം ലൂക്കോസ് 4-ാം അധ്യായം അതിൻ്റെ 32-ാം വാക്യമാണ്. അത് ഇപ്രകാരം വായിക്കുന്നു: അവന്റെ വചനം അധികാരത്തോടെ ആകയാൽ അവര് അവന്റെ ഉപദേശത്തിൽ വിസ്മയിച്ചു. തലക്കെട്ടായിട്ട് കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നത് നഗരങ്ങളിലെ വലിയ കൂട്ടങ്ങളിൽ എല്ലാം സാക്ഷീകരിക്കുക. വചനം നമ്മെ ജീവിപ്പിക്കുന്നത് വചനമാണ്. ഈ ലോകത്തിൽ നാം എപ്രകാരം ജീവിക്കണമെന്ന് നമ്മെ ബോധ്യം വരുത്തുന്നത് വചനമാണ്. ഈ ലോകത്തിനപ്പുറം ഒരു ജീവിതമുണ്ടെന്നും ഒരു നിത്യജീവനുണ്ടെന്നും ഒരു സ്വർഗമുണ്ടെന്നും ഒരു നരകമുണ്ടെന്നും നമ്മെ അറിയിക്കുന്നത് വചനമാണ്. സ്തോത്രം. യോഹന്നാൻ 1-ാം അധ്യായത്തിൽ ഇപ്രകാരം വായിക്കുന്നുണ്ട്: ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു, ആ വചനം കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർക്കുവാൻ ഇടയായിത്തീർന്നു. അതേ, വചനമാകുന്ന കർത്താവായ യേശു ക്രിസ്തു, അതായത് നമ്മെപ്പോലെ ഒരുവനായി ഈ ലോകത്തിൽ വാസം ചെയ്യുവാൻ, വസിക്കുവാൻ, അഥവാ 33 വർഷം ഇവിടെ ജീവിക്കുവാൻ ഇടയായിത്തീർന്നു. ആ വചനമാകുന്ന ആ കർത്താവായ യേശു ക്രിസ്തു സ്തോത്രം പറഞ്ഞിരിക്കുകയാണ്: എന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ടെന്ന്. സ്തോത്രം. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്ന്. സ്തോത്രം. അപ്പോൾ മരണത്തിനപ്പുറം എന്തുണ്ട്? ഒരു ജീവിതമുണ്ട്, ഒരു നിത്യജീവനുണ്ട്. സ്തോത്രം. ആ നിത്യജീവൻ നൽകുവാൻ ഒരുവന് മാത്രമേ കഴിയുകയുള്ളൂ. സ്തോത്രവേഷത്തിൽ മനുഷ്യനായി ദാസരൂപമെടുത്ത് ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന് പാപികളെ പാപത്തിൽ നിന്നും വിടുവിച്ച് നേർവഴിക്ക് കൊണ്ടുപോകുവാൻ കഴിയുന്ന സർവശക്തനായ ദൈവമായ കർത്താവ് യേശു ക്രിസ്തുവിന് മാത്രമേ നിത്യജീവൻ നൽകുവാൻ സാധിക്കുകയുള്ളൂ. സ്തോത്രം. ആ കർത്താവിന്റെ വചനം കർത്താവ് അതിശക്തത പറയുകയാണ്. അധികാരത്തോടെ പറയുമ്പോൾ ആ കർത്താവ് യേശുവിന്റെ ഉപദേശത്തിൽ കേട്ടവര് വിസ്മയിക്കുവാനിടയായിത്തീർന്നു. ദൈവത്തിന്റെ വചനം എവിടെയൊക്കെ ശക്തിയോടെ അറിയിക്കുന്നുവോ അവിടെയെല്ലാം അത്ഭുതങ്ങൾ നടക്കുവാൻ ഇടയായിത്തീരും. അവിടെയൊക്കെ രോഗശാന്തികൾ നടക്കുവാൻ ഇടയായിത്തീരും. അവിടെയൊക്കെയും അശുദ്ധാത്മാക്കൾ ബാധിച്ചവര് സ്തോത്രം സ്വതന്ത്രമായി തീരുവാൻ ഇടയായിത്തീരും. സ്തോത്രം. അത്രയ്ക്ക് പവറുണ്ട്, അത്രയ്ക്ക് ശക്തിയുണ്ട് കർത്താവായ യേശു ക്രിസ്തുവിന്റെ വചനത്തിന്. സ്തോത്രം. ഇവിടെ ലൂക്കോസ് 4-ാം അധ്യായം അതിൻ്റെ 36-ാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നുണ്ട്: എല്ലാവർക്കും വിസ്മയമുണ്ടായി. ഈ വചനം എന്ത് അധികാരത്തോടും ശക്തിയോടും കൂടെ അവൻ അശുദ്ധാത്മാക്കളോട് കൽപ്പിക്കുന്നു, അവ പുറപ്പെട്ടു പോകുന്നു,
എന്ന് തമ്മിൽ പറഞ്ഞുകൊണ്ടിരുന്നു. സ്തോത്രം. അതേ ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി അത്രയ്ക്കുണ്ട്. സ്തോത്രം. ആമേൻ. ഒരു പാപിയെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയുന്നത് ദൈവത്തിന് വചനത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. ഈ ലോകത്തിലുള്ള ഒരു രാഷ്ട്രീയത്തിനോ ഒരു സംഘടനയ്ക്കോ ഒന്നിനും സ്തോത്രം ഒരു വ്യക്തിയെ ഒരു പാപിയെ മാനസാന്തരപ്പെടുത്തുവാൻ കഴിയുകയില്ല. എന്നാൽ ഒരു പാപിയെ മാനസാന്തരപ്പെടുത്തുവാൻ കഴിയുന്നത് ദൈവത്തിന്റെ വചനത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. സ്തോത്രം. ഇന്ന് ലോകത്തെമ്പാടും അനേക പാപികളെ ഈ വചനം രൂപാന്തരപ്പെടുത്തിക്കൊണ്ട് ഇരിക്കുകയാണ്. സ്തോത്രം. അത് ലോകത്തെമ്പാടുമുള്ള അനേകരെ ഈ വചനം അത് രൂപാന്തരപ്പെടുത്തിക്കൊണ്ട് ഇരിക്കുകയാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. മത്തായി 12-ാം അധ്യായം 22-ാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കൊണ്ട് മത്തായി 12:22 അനന്തരം ചിലര് കുരുടരും ഊമനുമായൊരു ഭൂതഗ്രസ്തനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. ഊമൻ സംസാരിക്കുകയും കാണുകയും ചെയ്യുവാൻ തക്കവണ്ണം അവനെ സൗഖ്യമാക്കി. യേശുവിന്റെ അടുക്കലേക്ക് ഏതൊക്കെ രോഗികള് കടന്നു വന്നുവോ ആ രോഗികളെല്ലാം കർത്താവ് യേശു ക്രിസ്തു സൗഖ്യമാക്കുവാൻ ഇടയായിത്തീർന്നു. സ്തോത്രം. ആമേൻ. മർക്കോസ് അതിന്റെ സ്തോത്രം 7-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. മർക്കോസ് 7-ാം അധ്യായം 37-ാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നുണ്ട്. അവൻ സകലവും നന്നായി ചെയ്തു, ചെകിടരെ കേൾക്കുമാറാക്കുന്നു, ഊമരെ സംസാരിക്കുമാറാക്കുന്നു എന്ന് പറഞ്ഞു അത്യന്തം വിസ്മയിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഞങ്ങളെ കേൾക്കുന്ന ആരെങ്കിലും ലോകത്തോടെ ആയിരിക്കുന്നുവെങ്കിൽ ലോകത്തിലുള്ള വൈദ്യന്മാർക്കൊക്കെയും ഒരു പരിധിയുണ്ട്. അത് കഴിയുമ്പോൾ അവരും പറയും, നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തോട് നിങ്ങൾ പ്രാർത്ഥിക്കുക, ഒരു പക്ഷെങ്കിൽ ആ ദൈവം സൗഖ്യം തരുമെന്ന്. സ്തോത്രം. അത് ഈ ലോകത്തിലുള്ള വൈദ്യന്മാർക്കൊക്കെയും രോഗികളെ സൗഖ്യമാക്കുവാൻ ഒരു പരിധിയുണ്ട്. എന്നാൽ പരിധിയില്ലാത്ത നല്ല വൈദ്യനായ കർത്താവായ യേശുവിന്റെ കരങ്ങളിലേക്ക് ആരൊക്കെ ഏൽപ്പിച്ചു കൊടുക്കുന്നുവോ അവർക്ക് പൂർണ്ണ സൗഖ്യം ദൈവം നൽകുവാൻ ഇടയായി തീരും. ഞങ്ങളെ കേൾക്കുന്ന ആരെങ്കിലും സ്വന്തം ലോകത്തോടെ ആയിരിക്കുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. സർവശക്തനായ ദൈവം നിങ്ങളെ സൗഖ്യമാക്കുവാൻ ഇടയാക്കി തീർക്കും. സ്തോത്രം. നിങ്ങൾ ഏത് വിഷയത്തിലും ഭാരത്തോടെ ആയിരിക്കുന്നുവോ ആ വിഷയങ്ങൾക്ക് ദൈവം മറുപടി നൽകി നിങ്ങൾക്ക് അത് വിടുതൽ തരുവാൻ ഇടയായിത്തീരും. അത് ഈ യേശുവിനെ നമുക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കാം. ഈ യേശു ക്രിസ്തുവിനെ ആരെങ്കിലും സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചില്ല എങ്കിൽ ഇന്ന് ഈ പ്രഭാതത്തിൽ ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച ദൈവകൽപ്പനകൾ അനുസരിച്ച് ഒരു പുതിയ ജീവൻ നയിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗത്തിന് ഭൂമിക്കും നാഥനായിരിക്കുന്ന വാഴ്ത്തപ്പെടുന്ന സ്വർഗീയ നല്ല പിതാവേ, എന്ന കർത്താവ് വചനം കേട്ട് എല്ലാവരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. പിതാവെ, ആരെങ്കിലും ഏതെങ്കിലും രോഗത്തോടെ ആയിരിക്കുന്നുവെങ്കിൽ അങ്ങ് തൊട്ട് കർത്താവെ അവിടുത്തെ ഹിതപ്രകാരം രോഗസൗഖ്യം കൊടുക്കണം, അനുഗ്രഹിക്കണം, സഹായിക്കണം എന്ന് അങ്ങയുടെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആരെങ്കിലും ഏതെങ്കിലും വിഷയത്തിൽ ഭാരത്തോടെ ആയിരിക്കുന്നുവെങ്കിൽ ആ വിഷയങ്ങൾക്കെന്തെയും മറുപടി കൊടുത്ത് അനുഗ്രഹിക്കണം, സഹായിക്കണം എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയെ സ്വന്തം രക്ഷിതാവായി ആരെങ്കിലും കർത്താവെ സ്വീകരിച്ചില്ല എങ്കിൽ ഇന്ന് പകൽക്കാലം കർത്താവെ അവരും അങ്ങയെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുവാൻ അവരെ സഹായിക്കണം, അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. സകല മാനവും മഹത്വവും അങ്ങേക്ക് അർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ട് ഞാൻ സ്തോത്രം ചെയ്യുന്നു. കർത്താവ് യേശുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ദൈവമായ കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ, സഹായിക്കുമാറാകട്ടെ. നല്ലൊരു ദിവസം നേരുന്നു. ആമേൻ. സ്തോത്രം.